ഹായ് ഫ്രണ്ട്സ്, വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷൻ റിസൾട്ടുകൾ നമ്മുടെ മാർക്കറ്റിനെ ഏത് രീതിയിലാണ് പിടിച്ചുലക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തികച്ചും ആശങ്കാകുലരാണ് ഒരുവിധ നിക്ഷേപകരെല്ലാം. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് വലിയ റാലികൾ നടന്ന PSU സ്റ്റോക്കുകളിൽ ഇലക്ഷന് ശേഷം എന്ത് സംഭവിക്കും എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക് അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവുമായി പുലബന്ധമില്ലാതെ ഉയരങ്ങളിലേക്ക് പറന്നിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ യഥാർത്ഥ മൂല്യത്തിലേക്ക് അത് തിരിച്ചു വരും. അത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നിയമമാണ്. അപ്പോൾ ഇനിയും ഒരു റാലിക്ക് സ്കോപ്പുള്ള ചില PSU സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കുകൾ ഇനിയും റാലി നടന്നേക്കാം. എന്നാൽ അത് തകരുകയാണെങ്കിൽ, അഥവാ റിസൾട്ടിൻ്റെ അനിശ്ചിതത്വത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അത് തകരുകയാണെങ്കിൽ അതിനൊരു ഡൗൺവേർഡ് പ്രൊട്ടക്ഷനുള്ള അല്ലെങ്കിൽ ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി ഉള്ള ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ടർ റെയിൽവേ സെക്ടറാണ്. നല്ല റാലി നടന്ന ഒരു സെക്ടറാണിത്. ഇവിടെയുള്ള പല സ്റ്റോക്കുകളും അതിൻ്റെ ഓൾ ടൈം ഹൈയിലെത്തി അവിടെ നിന്ന് പിന്നെയും റാലി നടന്ന അനുഭവം നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ ഈ റെയിൽവേ സ്റ്റോക്കുകളിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്റ്റോക്ക് റൈറ്റ്സ് ലിമിറ്റഡ് ആണ്. ട്രാൻസ്പോർട്ട് കൺസൾട്ടൻസി കൂടാതെ എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട പ്ലെയറാണ് ഈ ഒരു PSU കമ്പനി. റെയിൽവേ സെക്ടറിൽ ഒരു പക്ഷേ പ്രൊഡക്റ്റും സർവീസും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഇന്ത്യൻ കമ്പനിയാണ് റൈറ്റ്സ് ലിമിറ്റഡ്. ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE റേഷ്യോ 38.3 ആണ്. ഇൻഡസ്ട്രി PE 45.1 ആണ്. അപ്പോൾ ഇതാണ് ഈ സ്റ്റോക്കിനെ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു ഘടകം. കൂടാതെ ഈ സ്റ്റോക്കിൻ്റെ ഹൈ പ്രൈസ് പോയിട്ടുള്ളത് 826 രൂപ വരെയാണ്. കറണ്ട് പ്രൈസ് 735 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രീവിയസ് ഹൈയിലേക്ക് പോകാൻ ഇനിയും ഒരു റാലി നടക്കുമ്പോൾ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നും അതുപോലെ ഇതിൻ്റെ PE കുറച്ച് നല്ല വാല്യുവേഷനിലായതുകൊണ്ട് ഒരു ഡൗൺവേർഡ് പ്രൊട്ടക്ഷൻ സാധ്യത ഉണ്ടെന്നും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ 72% പ്രൊമോട്ടേഴ്സും അതുപോലെ മ്യൂച്വൽ ഫണ്ട് 3%-അധികവും അതുപോലെ മറ്റ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 7%, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4%, കൂടാതെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൽ പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് വെറും 12% മാത്രമാണ്. ഇതും ഒരു പ്രധാന ഘടകമാണ്. കാരണം പബ്ലിക് ഹോൾഡിംഗ് കുറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളിൽ പാനിക് സെല്ലിങ്ങിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു ന്യൂസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസൾട്ടിന് ശേഷമുള്ള എന്തെങ്കിലും ഒരു അനിശ്ചിതത്വത്തിൻ്റെ ഭാഗമായിട്ട് വലിയൊരു തകർച്ച വരികയാണെങ്കിൽ ഇതൊരു അത്രമാത്രം പബ്ലിക് ഹോൾഡിംഗ് ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു തകർച്ച ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ രണ്ടാമത്തെ സെക്ടർ നോക്കുന്നത് റിന്യൂവബിൾ എനർജി സെക്ടറാണ്. കാരണം നമുക്കറിയാം റിന്യൂവബിൾ എനർജി സെക്ടർ അത് പവർ സെഗ്മെൻറ്റിലെ സോളാർ, ഹൈഡ്രോ, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങി ഗ്രീൻ ആൻഡ് ക്ലീൻ എനർജിയുമായി ബന്ധപ്പെട്ട ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു വിപ്ലവം തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. പല സ്റ്റോക്കുകളും നിലം തൊടാതെ പറക്കുകയാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റോക്കായി തോന്നുന്നത് NHPC ആണ്. ഇപ്പോൾ NHPC ഒരു മിനി രത്ന കമ്പനിയാണ്. പബ്ലിക് സെക്ടർ സെഗ്മെൻറ്റിലുള്ള ഒരു മിനി രത്ന കമ്പനിയാണ് ഈ NHPC. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ ഹൈഡ്രോ ഇലക്ട്രിക് ജനറേഷൻ രംഗത്തുള്ള ഒരു കമ്പനിയാണിത്. അപ്പോൾ ഇവരുടെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റുകൾ, കൺസൾട്ടൻസി അസൈൻമെൻറ്റുകൾ, കൂടാതെ ഈ ഹൈഡ്രോ പവർ ജനറേഷനും അതുപോലെ സോളാർ സെഗ്മെൻറ്റിലുള്ള പവർ ജനറേഷനുമാണ് ഇവർ ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ നോക്കുകയാണെങ്കിൽ 28.4 ആണ്. ഇൻഡസ്ട്രി PE 30.9 ആണ്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ടാണ് സ്റ്റോക്ക് നമുക്ക് കാണുന്നത്. ഇത് 116 വരെ ഈ സ്റ്റോക്കിൻ്റെ ഹൈ പോയിരുന്നു. ഇപ്പോഴത്തെ പ്രൈസ് 102 ആണ്. അപ്പോൾ അവിടെയും ആ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഈ സ്റ്റോക്കിലും ഉണ്ട്. ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് 67%, മ്യൂച്വൽ ഫണ്ട് 6%, മറ്റ് DIAs 5%, അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ 6% ഹോൾഡിംഗ് ഉണ്ട്. കൂടാതെ പബ്ലിക് റീറ്റെയിലേഴ്സിൻ്റെ ഹോൾഡിംഗ് 14% മാത്രമാണ്. അതൊരു നോർമലായിട്ടുള്ളൊരു വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു പാനിക് സെല്ലിങ് ഈ ഒരു സ്റ്റോക്കിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അടുത്തൊരു സെഗ്മെൻറ്റ് നമ്മൾ നോക്കുന്നത് ഹൗസിംഗ് ഫിനാൻസ് രംഗമാണ്. ആര് ഭരിച്ചാലും ഒരുപക്ഷെ ബേസിക് നെസസിറ്റി ആയിട്ടുള്ള പാർപ്പിടം ഒരു പ്രധാന ആവശ്യമാണ്. ഇന്ത്യയെ പോലെ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അർബൻ ഡെവലപ്മെൻറ്റും ഹൗസിംഗ് ഡെവലപ്മെൻറ്റും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. സർക്കാർ ഇടപെടൽ വളരെയധികം ആവശ്യമുള്ള ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രംഗത്തുള്ള ഹഡ്കോ എന്ന് പറയുന്ന സ്റ്റോക്കാണ് നമ്മൾ തിരഞ്ഞെടുത്തുള്ളത്.
ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ സ്റ്റോക്കിൽ നല്ലൊരു റാലി നടന്നിട്ടുണ്ട് ഓൾറെഡി. ഈ സ്റ്റോക്കിൻ്റെ PE 24.5 ഇൻഡസ്ട്രി PEയേക്കാളും അധികമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുക. അതായത് ഇൻഡസ്ട്രി PE 17.3 കറണ്ട് പ്രൈസ് 259 ഇതിൻ്റെ ഹൈ പ്രൈസ് 278 വരെ പോയിരുന്നു. അപ്പോൾ ആ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഈ സ്റ്റോക്കിലും കാണുന്നുണ്ട്. ടോട്ടൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 75%, മ്യൂച്വൽ ഫണ്ട് 2%, DIAs 9%, അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏകദേശം 2% ഈ സ്റ്റോക്കിലുണ്ട്. ഇതിൻ്റെയും പബ്ലിക് ഹോൾഡിംഗ് അഥവാ റീറ്റെയിലേഴ്സിൻ്റെയൊക്കെ ഹോൾഡിംഗ് വെറും 11% മാത്രമാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കിലും ഒരു പാനിക് സെല്ലിങ്ങിൻ്റെ സാധ്യത വളരെ കുറവാണ്. വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു സെക്ടർ എന്നുള്ള നിലയ്ക്ക് വരാൻ പോകുന്ന ഏത് ഗവൺമെൻറ് വന്നാലും തീർച്ചയായും ഇതിൽ ബഡ്ജറ്റ് അലോക്കേഷൻ നല്ല തോതിലുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് സെഗ്മെൻറ്റാണ്. രാജ്യത്തെ പ്രതിരോധം എന്ന് പറയുന്നത് യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് എയറോസ്പേസ് മേഖലയിലുള്ള ബജറ്റ് അലോക്കേഷൻ ഒരിക്കലും കുറയില്ല. ആരധികാരത്തിൽ വന്നാലും ആ ഒരു അലോക്കേഷൻ കുറയാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ രംഗത്ത് നമ്പർ 1 PSU ആയിട്ടുള്ള ടോപ്പായിട്ടുള്ള ഒരു കമ്പനിയാണ് HAL അഥവാ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5000-ന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ PE റേഷ്യോ ഇപ്പോഴും 45.5% എന്നുള്ള ഒരു റീസണബിൾ ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുക. റീസണബിൾ ആണെന്ന് പറയാൻ കാരണം ഇൻഡസ്ട്രി PE 68, അതിലും എത്രയോ താഴെയാണ് ഇപ്പോഴും ഇതിൻ്റെ PE റേഷ്യോ. അതുപോലെ ഇതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ 5378 വരെ പോയിരുന്നു. ഇപ്പോൾ കറണ്ട് പ്രൈസ് 5167. ഇപ്പോൾ ഓൾറെഡി 1:2 എന്നുള്ളൊരു സ്പ്ലിറ്റ് ഈ സ്റ്റോക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനിയും ഈ സ്റ്റോക്ക് മുന്നോട്ടേക്ക് കുതിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 71.64% പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് ഈ സ്റ്റോക്കിലുള്ളത്. അതുപോലെ മ്യൂച്വൽ ഫണ്ട് 6%-ലധികവും, അതുപോലെ മറ്റ് DIAസിൻ്റെ 2%-ലധികവും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 12%-ലധികവും ഇതിൽ ഹോൾഡിംഗ് കാണാം. റീറ്റെയിലേഴ്സിൻ്റെ ഹോൾഡിംഗ് വളരെ കുറവാണ്, 6.37. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് സ്റ്റേബിളായിരിക്കും. ഇത് അഥവാ ഗ്രോത്ത് നടന്നിട്ടില്ലെങ്കിലും ഇതൊരിക്കലും താഴോട്ടേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അടുത്ത സ്റ്റോക്കിൻ്റെ ഒരു സെഗ്മെൻറ്റ് നമ്മൾ നോക്കുന്നത് ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് സെഗ്മെൻറ്റാണ്. ഇന്ത്യയിലെ ക്രൂഡ് ഓയിലിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും പ്രൊഡക്ഷൻ്റെ 71% കൈയടക്കി വെച്ച ONGC എന്ന് പറയുന്ന ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ്റെ ആ ഒരു സ്റ്റോക്കാണ് നമ്മൾ അടുത്തതായിട്ട് പരിഗണിക്കുന്നത്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 283 രൂപയാണ്. ഹൈ 293 വരെ പോയിരുന്നു. അപ്പോൾ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 7.09 എന്നുള്ള വളരെ ലോ PEയിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ബുക്ക് വാല്യൂ ആണെങ്കിൽ 268. അപ്പോൾ ബുക്ക് വാല്യൂവിന് വളരെ അടുത്താണ് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉള്ളത്. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 19.7, അതിലും താഴെയാണ് സ്റ്റോക്കിൻ്റെ PE. അപ്പോൾ ടോട്ടൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 58%, മ്യൂച്വൽ ഫണ്ടിൻ്റെ 7% ഹോൾഡിങ്ങും, DIAസിൻ്റെ 11% ഹോൾഡിങ്ങും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 8% ഹോൾഡിങ്ങും, റീറ്റെയിലേഴ്സിൻ്റെ 13% ഹോൾഡിങ്ങും മാത്രമാണ് ഈ സ്റ്റോക്കിലുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കും ഇപ്പോൾ പബ്ലിക്കിന് താല്പര്യം വന്നു തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. തീർച്ചയായും ഇതിലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം അത്രമാത്രം ലോ PEയിലാണ് ഈ സ്റ്റോക്കുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കും ഇനി അഥവാ താഴോട്ടേക്ക് വരികയാണെങ്കിലും ഒരു പാനിക് സെല്ലിംഗ് ഒരിക്കലും ഈ സ്റ്റോക്കിൽ ഉണ്ടാവില്ല. കൂടാതെ നല്ല ഡിവിഡൻഡ് ഈൽഡുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ONGC. ഇവിടെ അടുത്ത സെക്ടർ പവർ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന PFC എന്ന് പറയുന്ന കമ്പനിയാണ്. കൂടാതെ REC എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയും, രണ്ടും ഒരേപോലെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഒന്ന് റൂറൽ സെഗ്മെൻറ്റിലുള്ള ഇലക്ട്രിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന REC ആണെങ്കിൽ, മറ്റേത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പവർ പ്രൊജക്റ്റുകൾക്ക് ഫൈനാൻസ് സപ്പോർട്ട് നൽകുന്ന കമ്പനിയാണ് PFC. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഏകദേശം ബിസിനസ് മോഡൽ ഒന്ന് തന്നെയാണ്. സ്റ്റോക്കിൻ്റെ എല്ലാ നമ്പേഴ്സും നമുക്ക് ഏകദേശം ഒരുപോലെ കാണാൻ പറ്റും. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE നോക്കിക്കഴിഞ്ഞാൽ 8.21 ആണ് PFCയുടേത്, RECയുടേത് 10.3 ആണ്. ഇനി കറണ്ട് പ്രൈസ് PFCയുടെ 492 RECയുടെ 554 ആണ്. ഏകദേശം 500 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇനി മാർക്കറ്റ് ക്യാപ്പ് നോക്കിയാലും, സെയിൽസ് ഗ്രോത്ത് നോക്കിയാലും, പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാലും, ROC നോക്കിയാലും, ROE നോക്കിക്കഴിഞ്ഞാൽ, ഏത് പാരാമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ അധികവും ഏകദേശം ഒരേപോലെയുള്ള ഒരു ഫിഗേഴ്സാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, ഏതെങ്കിലും ഒന്നിൽ ചെയ്താൽ പോരെ എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഏത് തിരഞ്ഞെടുക്കുമെന്നുള്ളത് അത്രമാത്രം ദുഷ്കരമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് സ്റ്റോക്കും ഇവിടെ പറയുന്നത്. ഇപ്പോൾ REC ലിമിറ്റഡിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 52%, മ്യൂച്വൽ ഫണ്ടിൻ്റെ 9% ഹോൾഡിങ്ങും, DIAസിൻ്റെ 5% ഹോൾഡിങ്ങും, FIIസിൻ്റെ 19% ഹോൾഡിങ്ങും,
അതുപോലെ പബ്ലിക്കിൻ്റെ 12% ഹോൾഡിംഗാണ് നമുക്ക് കാണാൻ കഴിയുക. PFC നോക്കുകയാണെങ്കിൽ അവിടെ 55% പ്രൊമോട്ടർ ഹോൾഡിങ്ങും മ്യൂച്വൽ ഫണ്ടിൻ്റെ 12% ഹോൾഡിങ്ങും DIAസിൻ്റെ 5% ഹോൾഡിങ്ങും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 17% ഹോൾഡിങ്ങും റീറ്റെയിലേഴ്സിൻ്റെ 8% മുകളിലുള്ള ഹോൾഡിങ്ങുമാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അവിടെയും പബ്ലിക് ഹോൾഡിംഗ് വളരെ കുറവാണ് എന്ന് നമുക്ക് 2 സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് പവർ സെഗ്മെൻറ്റിലുള്ള ആ ഒരു ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ 2 സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെടേണ്ട 2 സ്റ്റോക്കുകളാണ്. അടുത്തത് PSU ബാങ്കാണ്. PSU ബാങ്കുകളിൽ നല്ല പെർഫോമൻസാണ് കഴിഞ്ഞ വർഷം നടന്നുള്ളത്. അത് പ്രൈവറ്റ് ബാങ്കുകളെ കടത്തിവെട്ടുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ ഈയിടെ MCSI ഇൻഡെക്സിലേക്ക് കയറിയ കനറ ബാങ്ക് എന്ന സ്റ്റോക്കാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കനറ ബാങ്ക് ഇന്ത്യയിലെ 4ാമത്തെ വലിയ ബാങ്കാണ്. അതായത് SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ ഏറ്റവും വലിയ ബാങ്കാണ്. ഇത് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് കാനറ. ഇതൊരു PSU സെഗ്മെൻറ്റിലുള്ള വൺ ഓഫ് ദ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബാങ്ക് തന്നെയാണ്. 127 വരെ പോയിരുന്നു. ഇതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് പക്ഷേ 164 വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 ടാർഗറ്റ് ഈ സ്റ്റോക്കിലുണ്ട്. ഒന്ന് 52 വീക്ക് ഹൈ, രണ്ടാമത്തത് ഓൾ ടൈം ഹൈ. 52 വീക്ക് ഹൈ 127 ആണെങ്കിൽ ഓൾ ടൈം ഹൈ 164 ഇത് രണ്ടും ക്രോസ് ചെയ്യാനുള്ള സാധ്യത ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. സ്റ്റോക്കിൻ്റെ PE 6.96 ആണ്. വളരെയധികം അണ്ടർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇൻഡസ്ട്രി PE 9.46 ആണ്. അതിലും താഴെയായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 62% ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് 5%, മറ്റ് DIAസിൻ്റെ 8% ഹോൾഡിങ്ങും FIAസിൻ്റെ 10% ഹോൾഡിങ്ങും റീറ്റെയിലേഴ്സിൻ്റെ 12% ഹോൾഡിങ്ങും ഈ സ്റ്റോക്കിൽ കാണാം. റീറ്റെയിലേഴ്സും ഇതിലും വളരെ കുറവാണ്, 12%. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേബിളായിട്ടുള്ള പ്രൈസ് ആയിരിക്കും എപ്പോഴും കാനറയിൽ കാണുക. നിങ്ങൾക്ക് വലിയൊരു ക്രാഷൊന്നും ഈ സ്റ്റോക്കിൽ സംഭവിക്കാനുള്ള സാധ്യതയില്ല. അത്രമാത്രം പബ്ലിക് ഹോൾഡിംഗ് വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട PSU സ്റ്റോക്കുകൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് താല്പര്യമുള്ളത്, അതല്ല നിങ്ങളുടെ വേറെ ഏതെങ്കിലും സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്നും കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.